അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറ അൽ ബഖറയിൽ നമ്മൾ ഇതുവരെ പറഞ്ഞത് മുനാഫിക്കീങ്ങളെക്കുറിച്ചും അവരെക്കുറിച്ച് അള്ളാഹു അവരുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നു, അവരുടെ ഉപമ പറയുന്നു. അതിനുശേഷം അള്ളാഹു അവരെയും മറ്റു മനുഷ്യരെയൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട്, എല്ലാ വിശ്വാസികളെയും ഒന്നിച്ച് അഭിസംബോധന ചെയ്തുകൊണ്ട്, യാ അയ്യുഹന്നാസ് അഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യൂ. ആ റബ്ബിനെക്കുറിച്ച് പറയുന്നത് അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാഷ, ഭൂമിയെ അവൻ മെത്തയാക്കുകയും വസ്സമാ ബിനാ, ആകാശത്തെ മേൽപ്പുരയാക്കുകയും വൻസല മിനസ്സമായി മാ അൻ ഫഖറജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുകയും അത് മുഖാന്തരം ആ മഴയിലൂടെ, ആ മഴ കാരണം അവൻ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് വ്യത്യസ്ത ഫലങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന റബ്ബ്. ഇങ്ങനെ പ്രവാചകനെക്കുറിച്ച് പറയുന്ന പലയിടങ്ങളിലും പ്രവാചകന്മാരെക്കുറിച്ചും പ്രവാചകന്മാർ കൊണ്ടുവരുന്ന വഹീനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മഴയെ അതിന് മുന്നോടിയായിട്ട് അതിനെ സാമ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് കാണാം. ഉദാഹരണത്തിന് സൂറ അൽ അഅ്റാഫിൽ പ്രവാചകന്മാരെക്കുറിച്ചുള്ള സംഭവങ്ങൾ 1 by 1 ആയിട്ട് പറഞ്ഞു തുടങ്ങുന്നതിന് ഇൻട്രൊഡക്ഷനായിട്ട് ആദ്യം പറയുന്നത് വഹുവല്ലദീ യുർസിലു റിയാഹ ബുശറൻ ബൈന യദൈ റഹ്മത്തി, അവനാണ് കാറ്റിനയക്കുന്നവൻ. വഹുവല്ലദീ യുർസിലു റിയാഹ ബുശറൻ ബൈന യദൈ റഹ്മത്തി, തൻ്റെ കാരുണ്യത്തിൻ്റെ മുന്നോടിയായിട്ട് സന്തോഷവാർത്ത നൽകുന്ന കാറ്റിനെ അയക്കുന്നവൻ അവനാണ്. ഹത്താ ഇദാ അഖല്ലത്ത് സഹാബൻ സിഖാലൻ, അങ്ങനെ അത് ഭാരിച്ച മേഘത്തെ വഹിച്ചാൽ സുഖ്നാഉലി ബലദിൻ മയ്യത്തിൻ, ഒരു നിർജീവമായ നാട്ടിലേക്ക് നാം അതിനെ നയിക്കുന്നു. ഫഅൻസൽനാ ബിഹിൽ മാഅ ഫഖറജ്നാ ബിഹി മിൻ കുല്ലി സമറാത്ത്, അവിടെ ആ കാറ്റ്, ഭാരിച്ച മേഘത്തെ വഹിച്ചു പോയ ആ കാറ്റ് അവിടെ മഴയെ വർഷിപ്പിക്കും. എന്നിട്ട് ഫഖറജ്നാ ബിഹി മിൻ കുല്ലി സമറാത്ത്, എല്ലാ ഫലങ്ങളെയും അവിടുന്ന് ഉൽപ്പാദിപ്പിക്കും, നാം പുറത്തു കൊണ്ടുവരും. കദാലിക നുഖ്രിജുൽ മൗത്ത, അപ്രകാരമാകുന്നു നാം നിർജീവമായതിനെ പുറത്തു കൊണ്ടുവരുന്നത്. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ മനസ്സിലാക്കുന്ന ഗ്രഹിക്കുന്ന ആളുകളായേക്കാം. അത് പറഞ്ഞിട്ട് പറയുന്നത് വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി, നല്ല നാട് റബ്ബിൻ്റെ ആ നാടിൻ്റെ റബ്ബിൻ്റെ അനുവാദത്താൽ നല്ല രീതിയിൽ മുളപ്പിക്കും. പക്ഷെ മോശം നാടോ മഴ കിട്ടിയിട്ടൊരു കാര്യമില്ല. നല്ല നാട്ടിൽ മഴ വർഷിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ, നല്ല മണ്ണിൽ നല്ല രീതിയിൽ മുളക്കും. പക്ഷെ മോശം മണ്ണിൽ വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നക്കിദ, വളരെ ശുഷ്കമായിട്ട് മുൾച്ചെടിയും മറ്റുമൊക്കെ മുളക്കുന്നുള്ളൂ. കദാലിക നുസരിഫുൽ ആയാത്ത്, അപ്രകാരം ആയത്തുകളെ വ്യത്യസ്ത രീതിയിൽ അവൻ വിശദീകരിക്കുന്നു. ലിഖൗമിൻ യഷ്കുറൂൻ, നന്ദിയുള്ള ജനങ്ങൾക്ക് വേണ്ടി. ഇത് പറഞ്ഞ ഉടനെ അള്ളാഹു പറയുന്നു ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, നൂഹിനെ നാം അയച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക്. അപ്പോൾ ഈ മഴയെ വർഷിപ്പിക്കുന്നതും മഴയിൽ നല്ല നാട്, നല്ല മണ്ണ് നല്ല രീതിയിൽ മുളപ്പിക്കുന്നതും ഒക്കെ പ്രവാചക നിയോഗവുമായിട്ടും പ്രവാചകന് കിട്ടുന്ന വഹിയും അതിനെ ഓരോ ജനതയും ഏത് അളവിലാണ് ഉൾക്കൊള്ളുന്നത് എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു താരതമ്യമാണ്. പല ആളുകൾക്കും റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി പല രീതിയിലാണ്. ആകാശത്തുനിന്ന് പെയ്യുന്ന മഴയെ വഹിക്കാൻ പല നാടിനും പല മണ്ണിനും പല രീതിയിലാണ് കപ്പാസിറ്റി. ചിലത് മുൾച്ചെടികൾ മാത്രമേ മുളപ്പിക്കുകയുള്ളൂ. മഴ പെയ്തു കഴിഞ്ഞാൽ മുൾച്ചെടിയാണ് അവിടെ മുളച്ചു വരിക, ആർക്കും ഉപകാരമില്ലാത്ത, മറിച്ച് ഉപദ്രവം ഉണ്ടാക്കുന്ന മുൾച്ചെടികൾ. പക്ഷേ മഴ കിട്ടിക്കഴിഞ്ഞാൽ ചില മണ്ണിൽ നന്നായിട്ട് നല്ല ഉപകാരപ്രദമായ കാര്യങ്ങൾ മുളച്ചു വരും. അപ്പോൾ ഈ മഴയെ പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ അള്ളാഹു എന്ന് പറഞ്ഞിട്ട് ഉടനെ പറയുന്നു വൈൻ കുന്തും ഫീ റൈബി മിമ്മാ നസ്സൽന, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നാം അയച്ചതിൽ, അല്ല അബ്ദിന, എൻ്റെ അബ്ദിൻ്റെ മേൽ അയച്ചതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ. നസ്സല എന്ന് പറഞ്ഞാൽ ഘട്ടം ഘട്ടമായിട്ട് അയക്കുന്നതിനാണ് പറയുക. മഴയും അങ്ങനെ തന്നെയാണല്ലോ, ഘട്ടം ഘട്ടമായിട്ട്, ഒന്നിച്ചല്ലല്ലോ. അപ്പോൾ കുറച്ചായിട്ട് അയക്കുന്ന നസ്സല, നാം ഘട്ടം ഘട്ടമായിട്ട് എൻ്റെ അബ്ദിൻ്റെ മേൽ അയച്ചതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളതുപോലെയുള്ള സൂറത്ത് കൊണ്ടുവാ. നിങ്ങൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല എങ്കിൽ ഫത്തഖുന്നാർ, നിങ്ങൾ തീയെ ഭയപ്പെടണം. അതിൻ്റെ ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ്. ഉഇദ്ദത്തിൽ കാഫിരീൻ, അത് കാഫിരീങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചതാണ്. അതിനുശേഷം വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത നൽകാനാണ് പറയുന്നത്.
വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് സന്തോഷമുണ്ട്. നരകത്തെ പരാമർശിച്ച ഉടനെ പിന്നീട് സ്വർഗത്തെയാണ് പരാമർശിക്കുന്നത്. ആ സ്വർഗം എങ്ങനെയാണ്? വബശ്ശിരില്ലദീന ആമനു, വിശ്വാസികൾക്ക് സന്തോഷവാർത്ത നൽകുക. വ അമിലുസ്വാലിഹാത്ത്, നല്ല കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്തവർക്ക് സന്തോഷവാർത്ത നൽകുക. അന്നലഹും ജന്നാത്ത്, എന്താണ് അവർക്ക് സന്തോഷവാർത്ത? അവർക്ക് ജന്നാത്ത് ഉണ്ട് എന്നുള്ളതാണ് സന്തോഷവാർത്ത. ജന്നാത്ത് തെജിരീമിൻ തഹത്തിയൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടി നല്ല പുഴകളൊഴുകുന്ന അരുവികളൊഴുകുന്ന തോട്ടങ്ങളുണ്ട് അവർക്ക്. ജന്നത്ത് എന്ന് പറഞ്ഞാൽ തോട്ടമാണ് ലിറ്ററലി. ജന്ന എന്ന് പറഞ്ഞാൽ മറച്ചു എന്നാണ്. ഫലമ്മ ജന്ന അലൈഹില്ലൈലു റആ കൗക്കബൻ, ഇബ്രാഹിം അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ രാത്രി അദ്ദേഹത്തെ ഇരുട്ടുകൊണ്ട് മൂടിയപ്പോൾ ജന്ന മറച്ചു, മൂടി. ജുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിചക്കാണ് പറയുക. അസ്സൗമു ജുന്ന, അസ്സൗമു ജുന്ന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. നോമ്പൊരു പരിചയമാണ്. അതുപോലെ ജനീൻ ഭ്രൂണത്തിന് പറയും. ജിന്നെന്ന് പറയും മറഞ്ഞ ജീവിക്ക്. അപ്പം ഇങ്ങനെ ജന്നത്ത് എന്ന് പറയുന്നത് അത് മറഞ്ഞത് എന്ന് പറയാൻ കാരണം വൃക്ഷലതാദികളെ കൊണ്ട് ആ നാട്, ആ ഭൂമി മറഞ്ഞിരിക്കുകയായിരിക്കും. സൂര്യപ്രകാശമൊന്നും താഴേക്ക് വരാത്ത നല്ല തണലുള്ള വൃക്ഷലതാദികളാൽ മൂടപ്പെട്ട തോട്ടം, അപ്പം സമൃദ്ധമായ തോട്ടം. ആ തോട്ടം ഉയർന്ന ഭാഗത്താണ്. അതിൻ്റെ താഴ്ഭാഗത്ത് അരുവികളാണ് അഥവാ പുഴകളാണ്. അപ്പം നല്ല അത്തരത്തിലുള്ള തോട്ടം അവർക്കുണ്ട്. ആ തോട്ടത്തെ അള്ളാഹു, ആ തോട്ടവും അവിടെ ഒരു മനുഷ്യന് അനുഭവിക്കാൻ കഴിയുന്ന സുഖത്തെക്കുറിച്ച് പല രീതിയിൽ ഖുർആനിൽ പറയുന്നുണ്ട്. നമ്മളെ ഈ ലോകത്തെ ഈ ജീവിതത്തിൽ നമുക്കുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള ആഗ്രഹങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളും ആനന്ദവും ഒക്കെ അള്ളാഹു അതിൻ്റെയൊക്കെ ഉപാധികളെ എടുത്തുകൊണ്ടാണ് പറയുന്നത്. അതിലൊക്കെ നമ്മുടെ ഒരു ഐഡിയൽ കൺസെപ്റ്റിനെ എടുത്തുകൊണ്ടാണ് സ്വർഗത്തിലെ സുഹൃതത്തെക്കുറിച്ചും സൗഭാഗ്യത്തെക്കുറിച്ചും പറയുന്നത്. ഇവിടെയും പറയുന്നത് നോക്കൂ, കുല്ലമാ റുസിക്കു, എപ്പോഴൊക്കെ അവർക്ക് റിസ്ക് നൽകപ്പെടുമ്പോഴും, മിൻ സമറത്തിൻ റിസ്ക്കൻ, അവിടെ നിന്ന് അവർക്ക് റിസ്ക്കായിക്കൊണ്ട് എപ്പോഴൊക്കെ പഴങ്ങൾ നൽകുമ്പോഴും, എപ്പോഴൊക്കെ അവർക്ക് ഫ്രൂട്ട് നൽകുമ്പോഴും, കാലു അവർ പറയും ഹാദല്ലദീ റുസിഖിന മിൻ ഖബുലു, ഇത് ഞങ്ങൾക്ക് മുമ്പ് ലഭിക്കപ്പെട്ടിരിക്കുന്നു, മുമ്പ് നൽകപ്പെട്ടിരിക്കുന്നു. ഇതിനെ മിൻ ഖബുലു എന്നതിനെക്കുറിച്ച് ഇബ്നു കസീർ റഹ്മത്തുള്ള, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നിവരൊക്കെ പറഞ്ഞ അഭിപ്രായം പറയുന്നു, അത് ദുനിയാവാണ്, ഞങ്ങൾക്ക് ദുനിയാവിൽ നൽകപ്പെട്ടിരിക്കുന്നു എന്നവർ പറയും. അവിടുന്ന് ഫലങ്ങൾ നൽകുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ദുനിയാവിൽ ഇത് നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അല്ലാഹ് പറയുന്നു വ ഉതൂബിഹി മുത്തശാബിഹ, അവർക്ക് നൽകപ്പെട്ടത് മുത്തശാബിഹാണ്, സാമ്യത ഉള്ളതാണ്, ഇതല്ല നൽകപ്പെട്ടത്. ദുനിയാവിൽ അവർ അനുഭവിച്ച ആനന്ദവും സൗഭാഗ്യമൊക്കെ ഇതല്ല, ഇതാണ് റിയൽ, അതൊരു ഇമേജാണ്. ദുനിയാവിൽ അനുഭവിക്കുന്ന സന്തോഷങ്ങളൊക്കെ ജസ്റ്റ് ഒരു സാമ്പിളാണ്, അതൊരു ഇമേജാണ്, അതല്ല റിയൽ ഇതാണ്. അപ്പോൾ അവിടെ അവർക്ക് നൽകിയത് മുത്തശാബിഹാണ്. വലഹും ഫീഹ, സ്വർഗത്തിൽ അവർക്കുണ്ട് അസുവാജുൻ മുത്തഹറ, പരിശുദ്ധരായ ഇണകളുണ്ട്, വളരെ പ്യുവറായിട്ടുള്ള ഇണകൾ അവർക്കുണ്ട്. പെണ്ണും പെണ്ണിനാണുമായിട്ട് പരിശുദ്ധരായ ഇണകളുണ്ട്. വഹും ഫിയ ഖാലിദൂൻ, അതിലവർ നിത്യവാസികളാണ്. ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങൾ സ്വർഗീയ സുഖത്തിൻ്റെ ഒരു ചെറിയ സാമ്പിളാണെന്നുള്ളതാണ് ഒന്ന്. ഈ ആയത്തിൽ നിന്നും നമുക്കങ്ങനെയാണ് മനസ്സിലാകുന്നത്. നമ്മുടെ റൂഹിന് നേരത്തെ പരിചയമുണ്ടായിരുന്ന ചില സുഖങ്ങളാണ് ഇവിടെ നമ്മൾ സുഖങ്ങളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. റിയൽ സുഖം, റൂഹ് അനുഭവിക്കുന്ന യഥാർത്ഥ സുഖം സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റിയൽ സാധനം അവിടെ കിട്ടുമ്പോഴാണ്. അവിടുത്തെ പ്രത്യേകതകൾ പറയുന്ന കൂട്ടത്തിൽ ഒരുപാട് സംഗതികൾ ഖുർആൻ പറയുന്നുണ്ട്. നമുക്ക് സന്ദർഭം വരുമ്പോൾ അത് വിശദീകരിക്കാം. അവിടെ നിങ്ങൾ യാതൊരു നിരർത്ഥകമായ സംസാരവും കേൾക്കുകയില്ല, അവിടെ സലാം മാത്രമാണ്. അവിടെയുള്ള സുഖങ്ങളെക്കുറിച്ച്, ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് ഖുർആൻ പല സൂറകളിലായിട്ട്, പ്രത്യേകിച്ച് മക്കീ സൂറകളിൽ നന്നായിട്ട് വർണ്ണിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇവിടെയുള്ള സുഖങ്ങളെ അള്ളാഹു എടുത്തു പറയുന്നു. മറ്റൊരു രീതിയിലുള്ള വ്യാഖ്യാനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയുള്ള സുഖങ്ങളെ വെച്ച് അള്ളാഹു പറയുന്നത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. റിയലി അവിടെ ഇതൊന്നും അല്ലാത്ത ഒരു ആനന്ദമാണുള്ളത് എന്നുള്ളതാണ്.
അപ്പം മനുഷ്യൻ ഇവിടെ അനുഭവിക്കുന്ന ഭൗതികമായ സുഖങ്ങൾ വെച്ചേ മനുഷ്യനോട് സംസാരിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഇവിടുത്തെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സുഖങ്ങളെ എടുത്തുകൊണ്ട് അള്ളാഹു പറയുന്നു, യഥാർത്ഥത്തിൽ മറ്റൊരു രീതിയിലുള്ള ആനന്ദം അവിടെ ലഭിക്കാൻ പോകുന്നത് അത് ഈ ഭൗതികമായിട്ട് കിട്ടുന്ന സുഖവുമായിട്ട് യാതൊരു സാമ്യതയുമില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് റിയൽ ആയിട്ടുള്ള ഫലങ്ങൾ അതവിടെയാണ് ലഭിക്കുന്നത്. അപ്പം നേരത്തെ നരകത്തെക്കുറിച്ച് പറഞ്ഞു, ഉഇദ്ദത്തിൽ കാഫിരീൻ, അത് കാഫിരീങ്ങൾക്ക് വേണ്ടിയിട്ട് അത് തയ്യാറാക്കപ്പെട്ടതാണ്. അതിൻ്റെ ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ്. അതിനെ നിങ്ങൾ ഭയപ്പെടണം. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് ഉന്നതമായ തോപ്പുകളുണ്ട്. അത് പറഞ്ഞതിന് ശേഷം വീണ്ടും അള്ളാഹു വിഷയത്തിലേക്ക് വരികയാണ്. ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസല. അള്ളാഹു ഒരു മസല് പറയുന്നതിൽ ലജ്ജിക്കുന്നൊന്നുമില്ല. അത് മാ ബഊലത്തൻ, അതൊരു കൊതുകിനെ കുറിച്ചാണെങ്കിലും അള്ളാഹു അതിനെ ഉദാഹരിക്കുന്നതിന് അള്ളാഹു ലജ്ജിക്കുന്നില്ല. ഫമാ ഫൗക്കഹ, അതിനേക്കാൾ ചെറുതാണെങ്കിലും. ലിറ്ററലി ഫൗക്ക എന്ന് പറഞ്ഞാൽ എബോവ് എന്നാണ്. അപ്പോൾ ഒരു സാധനത്തെ പരാമർശിച്ചിട്ട് ഫൗക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലുതുമാകാം, അതിനേക്കാൾ ചെറുതുമാകാം. അത് സാന്ദർഭികമായിട്ടാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. അപ്പോൾ ബഊലത്ത് പറഞ്ഞതുകൊണ്ട് ചെറിയൊരു ജീവിയാണ്. അതുകൊണ്ട് ഫമാ ഫൗക്കഹ എന്ന് ഉദ്ദേശിച്ചത് അതിനേക്കാൾ നിസ്സാരമായത്, അതിനേക്കാൾ ചെറുത്. അപ്പോൾ ഒരു കൊതുകോ അതിനേക്കാൾ ചെറുതോ ആയതിനെ പോലും ഉപമിക്കുന്നതിന് അള്ളാഹുവിന് ലജ്ജയൊന്നുമില്ല. എന്താണ് ഉപമയുടെ കാര്യം ഇവിടെ പറയാൻ കാരണം? തൊട്ടു മുമ്പ് ഉപമയുടെ കാര്യം പറഞ്ഞിരിക്കുന്നു, മുനാഫിക്കീങ്ങളുടെ ഉപമ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ലൈവായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഖുർആൻ ഇറങ്ങുന്നു, ഖുർആൻ ഓരോ ദിവസം കുറച്ച് കുറച്ചായിട്ടൊക്കെ ഇറങ്ങുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലത്തെ ജീവിതം, 23 വർഷം എന്ന് പറയുമ്പോൾ 23 ഇൻറ്റു ഏതാണ്ട് ഒരു 350 വെച്ച് കഴിഞ്ഞാൽ തന്നെ 8000 വർഷം, 8000 ദിവസം, 8000-ഓളം ദിവസമുണ്ട്. 8000 ചില്ലാനം ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 6000 ചില്ലാനം ആയത്തുകൾ. അപ്പോൾ ഓരോ ദിവസവും കുറച്ച് കുറച്ചാണ് ഇറങ്ങുന്നത്. ചില ദിവസം ഇറങ്ങും, വഹിയില്ലാത്ത ദിവസങ്ങളുണ്ടാകും. അപ്പോൾ ഇറങ്ങുന്ന വഹിയൊക്കെ പാരായണം ചെയ്യപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ മുനാഫിക്കീങ്ങളാണെങ്കിൽ പ്രവാചകൻ്റെ കൂടെയും സഹാബികളുടെ കൂടെയുമുണ്ട്. അവരുടെ ഉപമ പറയുമ്പോൾ മാത്രമല്ല, അവരെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു. വിശ്വാസികളെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് പറയും. അവരുടെ നേതാക്കന്മാരുടെ ഒപ്പം പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കൂടെയാണെന്ന് പറയും. ഇതൊക്കെ കൃത്യമായിട്ട് പറയുകയാണ്. അപ്പോൾ ഈ ആയത്തുകളൊക്കെ ഓതി കേൾപ്പിക്കുമ്പോൾ അവർ ഈ ഉപമയും കൂടെ കേൾക്കുമ്പോൾ അവർക്ക് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാകുന്നത്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഇത് ചർച്ച ചെയ്യും. അപ്പോൾ ഇതൊക്കെ ലൈവായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അള്ളാഹു ഇങ്ങനെ ഉപമിച്ചതിനെ അവർ കുറ്റപ്പെടുത്തുന്നു, അവർ നിരൂപണം നടത്തുന്നു. അപ്പോൾ അള്ളാഹു പറയുന്നു അള്ളാഹുവിന് ലജ്ജയൊന്നുമില്ല. ഫഅമ്മല്ലദീന ആമനു, വിശ്വാസികൾക്ക് ഫയഅലമൂന, അവരറിയും അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, അത് റബ്ബിൽ നിന്നുള്ള ഹക്കാണ്. കപടവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വാസമില്ല, ഇത് റബ്ബിൽ നിന്നാണെന്ന് അവർക്ക് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ അവർ പരിഹസിക്കുകയാണ്. അതുകൊണ്ട് അവർ എന്ത് ഉപമയാണിത്, എന്ത് റബ്ബാണ്, എന്ത് ഉപമയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് അവരുടെ ആരോപണം. പക്ഷേ വിശ്വാസികൾക്കറിയാം ഫയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, അത് റബ്ബിൽ നിന്നുള്ള ഹക്കാണ്. പക്ഷേ വഅമ്മല്ലദീന കഫറു, കുഫ്ർ ചെയ്തവർക്ക് ഫയഖൂലൂന, അവർ ചോദിക്കുന്നത് മാദാ അറാദല്ലാഹു ബിഹാദാ മസല, ഈ ഉപമയിലൂടെ അള്ളാഹു എന്താ ഉദ്ദേശിക്കുന്നത്? യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ, കുറേ ആളുകളെ ലലാലത്തിലാക്കുകയും കുറേ ആളുകളെ ഹിദായത്തിലാക്കുകയും ചെയ്യുന്ന ഈ ഉപമയിലൂടെ അള്ളാഹു എന്താ ഉദ്ദേശിക്കുന്നത്? അള്ളാഹു പറയുന്നു വമാ യുളില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, അവൻ ലലാലത്തിലാക്കുന്നില്ല, വഴികേടിലാക്കുന്നില്ല. ആരെ അല്ലാതെ? ഫാസിഖീങ്ങളെ അല്ലാതെ വഴികേടിലാക്കുന്നില്ല. ഈ ഉപമയിലൂടെയൊന്നും വഴികേടിലാകുന്നില്ല, ഫാസിഖീങ്ങൾ മാത്രമേ വഴികേടിലാകുള്ളൂ. അള്ളാഹു ഹിദായത്തിന് വേണ്ടിയിട്ട് വെച്ച സാധനത്തിലൂടെ വേറെ ചില ആൾക്കാർ ലലാലത്തിലേക്കും പോകും. അള്ളാഹു നേർമാർഗം പ്രാപിക്കാൻ വേണ്ടി എന്തൊക്കെ ആയത്തുകൾ ഇറക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഭൂമിയിൽ എന്തൊക്കെ തെളിവുകൾ വെച്ചിട്ടുണ്ടോ, അതേ തെളിവുകൾ അവലംബിച്ചുകൊണ്ടാണ് അള്ളാഹുവിൽ നിന്ന് ചിലപ്പോൾ മനുഷ്യർ അകലുന്നതും. അപ്പോൾ അള്ളാഹു ഇറക്കിയത് മുഅ്മിനീങ്ങളുടെ ഈമാൻ കൂട്ടുമ്പോൾ നിഫാക്കുള്ള ആളുകളുടെ, കാപട്യമുള്ള ആളുകൾക്ക് അത് ലലാലത്താണ് വർദ്ധിപ്പിക്കുന്നത്.
എന്നിട്ട് അള്ളാഹു പറയുന്നു വമാ യുളില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, ഫാസിഖീങ്ങളെയല്ലാതെ അവൻ ലലാലത്തിലാക്കുന്നില്ല. ഫാസിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ അധർമ്മകാരികളെന്ന് പറയും. ആരാണ് ഫാസിഖീങ്ങൾ എന്ന് പിന്നീട് പറയുന്നുണ്ട്. ആരാണ് ഫാസിഖീങ്ങൾ? അല്ലദീന, അടുത്ത ആയത്തിൽ പറയുന്നത് ആരാണ് ഫാസിഖീങ്ങൾ എന്നാണ്. അല്ലദീന യൻഖുലൂന, അവർ പൊട്ടിച്ചവരാണ്, ബ്രേക്ക് ചെയ്തവരാണ്. അഹ്ദല്ലാഹി, അള്ളാഹുവിൻ്റെ അഹ്ദ്, അള്ളാഹുവിൻ്റെ കരാർ അല്ലെങ്കിൽ കരാറിലെ ടേംസ് ലംഘിച്ചവരാണ്. മിംബഅദി മീസാഖിഹി, കരാർ ചെയ്തതിന് ശേഷം അള്ളാഹുവിൻ്റെ ടേംസ് ലംഘിച്ചവരാണ്. വയഖ്തഊന മാ അമറല്ലാഹു ബിഹി, അള്ളാഹു കൽപ്പിച്ചത്, അയ്യൂസല, അള്ളാഹു കൂട്ടിച്ചേർക്കാൻ കൽപ്പിച്ചതിനെയൊക്കെ പൊട്ടിച്ചവരാണ്. വയുഫ്സിദൂന ഫിൽ അർള്, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവരാണ്. ഉലായിക ഹുമുൽ ഖാസിറൂൻ, അവരാണ് നഷ്ടക്കാർ, അവരാണ് പരാജിതർ.